നമസ്കാരം, എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഹൽവ റെസിപ്പി ആയിട്ടാണ്. നിങ്ങളൊക്കെ മത്തങ്ങ ഹൽവ കഴിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. പക്ഷേ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള മത്തങ്ങ ഹൽവയാണ്. ഇത് മത്തങ്ങ വെച്ചാണ് ഉണ്ടാക്കിയെന്ന് പറയുകയില്ല. നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം വളരെ പെട്ടെന്ന് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഈ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ മത്തങ്ങയുടെ പാതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കൂടുതൽ അളവിൽ മത്തങ്ങ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു ചെറിയ മത്തങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനി ഒന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ പുറമേയുള്ള ഈ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം ഇത് വളരെ നൈസായിട്ടൊന്ന് ചീകിയെടുക്കണം. നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. മത്തങ്ങ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചിപ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കട്ടറില്ലേ, അതിൽ വെച്ചിട്ടൊന്ന് ചീകി എടുത്തതാണ്. അപ്പോൾ വളരെ നൈസായിട്ട് നമുക്കിങ്ങനെ റെഡിയാക്കി കിട്ടും. ഇതിനി നമുക്കൊന്ന് വരട്ടിയെടുക്കണം. അതിനുവേണ്ടി കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കാം. ഇത് വേവിച്ചെടുക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, ഇതേപോലെ നെയ്യ് ചേർത്തിട്ട് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് വരട്ടിയെടുത്താൽ മതി. ഒരു 2-3 സ്പൂൺ നെയ്യ് ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം മീഡിയം രീതിയിൽ തീയിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കാം. മത്തങ്ങയൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാടങ്ങ് വരണ്ടു പോയിട്ടില്ല. ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ ഒരു പരുവാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഹൽവയ്ക്ക് വേണ്ട ബാക്കി ചേരുവകൾ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര, ഒരു 5-6 ഏലക്കയോടെ ചേർത്തിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് മധുരത്തിന് വേണ്ടി ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അതായത് 1 കപ്പ് ശർക്കരയും 1/2 കപ്പ് പഞ്ചസാരയും ഏലക്കയോട് ചേർത്തിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ശർക്കര തന്നെ എടുക്കാം. 1/2 കപ്പ് അല്ലെങ്കിൽ 1.25 കപ്പ് ശർക്കര എടുത്താൽ മതി. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1.25 കപ്പ് ശർക്കര എടുത്താൽ മതി. ഞാനിവിടെ പഞ്ചസാര കൂടി ചേർക്കുന്നത് കൊണ്ടാണ് 1 കപ്പ് ശർക്കര എടുത്തിരിക്കുന്നത്. ശർക്കരയിലേക്ക് 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് അലിയാൻ വെക്കാം. അതല്ലെങ്കിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിക്കുന്ന സമയത്ത് ശർക്കര പെട്ടെന്ന് തന്നെ അലിഞ്ഞു വരും. അപ്പോൾ ശർക്കര അലിഞ്ഞു കഴിയുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ പാതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ അങ്ങനെ വലിയ തേങ്ങ ഇല്ലെങ്കിൽ ഒരു ചെറിയ തേങ്ങ ഫുള്ളായിട്ട് എടുത്താലും മതി. അതിതേപോലെ മുറിച്ചിട്ടിട്ടോ അല്ലെങ്കിൽ ചിരകി എടുത്തിട്ടോ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് വെള്ളം കൂടി ചേർത്തിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം. തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 3 കപ്പ് തേങ്ങാപ്പാലുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരിപ്പയിലൂടെ ഒന്ന് അരിച്ചാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരയും ഏകദേശം 1 കപ്പോളം ഉണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ അരിപ്പൊടി എടുത്തിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ ഇടിയപ്പമൊക്കെ തയ്യാറാക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയില്ലേ, ആ അരിപ്പൊടി എടുത്താൽ മതി. 1 കപ്പാണ്. നമ്മൾ ഈ പാലും അതുപോലെ ശർക്കരയും ഒക്കെ അളന്നിരിക്കുന്ന കപ്പിൽ തന്നെ വേണം ഈ അരിപ്പൊടിയും അളന്നെടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ടകളൊന്നുമില്ലാതെ കലക്കിയെടുക്കണം. ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ മാവ് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അരച്ചെടുത്ത തേങ്ങയിലേക്ക് തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം കലക്കിയെടുക്കാൻ. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളിത് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു മീഡിയം രീതിയിൽ തീയിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഞാനിതൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് തയ്യാറാക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ മറ്റെന്തെങ്കിലും ജോലിയിൽക്കിടയ്ക്കാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിലും എപ്പോഴും ഇളക്കിയില്ലെങ്കിലും പ്രശ്നമൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിരിക്കുന്നത്. ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ കുറുകി തുടങ്ങും. തീയെ ഒരുപാട് കൂട്ടിയിടേണ്ട, ഒരു മീഡിയം രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ ഒരുവിധം ഈ മാവൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നെയ്യും വെളിച്ചെണ്ണയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ വെളിച്ചെണ്ണയും നെയ്യും കൂടി മാറി മാറി ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നെയ്യും വെളിച്ചെണ്ണയും മാറി മാറി ഒഴിച്ചിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാം. ഒരു അരക്കപ്പോളം വെളിച്ചെണ്ണയും നെയ്യും നമ്മളിങ്ങനെ ഒന്ന് മാറ്റി വെച്ചേക്കണം. ആവശ്യത്തിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. മാവ് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് ഇളക്കി കൊടുക്കാം. മാവിപ്പോൾ ഒരുവിധം നല്ലതുപോലെ കട്ടിയായി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വരട്ടി വെച്ചിരിക്കുന്ന മത്തങ്ങയില്ലേ അത് ഇതിലേക്ക് ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. മത്തങ്ങ എല്ലായിടത്തും ആവുന്നത് പോലെയൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഈ മത്തങ്ങ ചേർക്കുന്നതുകൊണ്ട് മത്തങ്ങയുടെ ടേസ്റ്റ് വരുമെന്നൊന്നും പേടിക്കേണ്ട. അതറിയത്തേയില്ല, നല്ല ടേസ്റ്റാണ്. കുറച്ച് കൂടുതൽ അളവിൽ ചേർക്കുന്നതും നല്ലതാണ്. ഇനി ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരം പോരാ എന്ന് തോന്നുവാണെങ്കിൽ, ശർക്കര എടുക്കുന്നവരാണെങ്കിൽ മധുരം പോരാ എന്ന് തോന്നുവാണെങ്കിൽ ഇതേപോലെ പൊടിച്ച പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ മാവൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ മധുരം വേണമോ വേണ്ടയോ എന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനിത് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പാണ് ചേർക്കുന്നത്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ആ മാവ് ഒന്ന് ലൂസാവും, കാരണം പഞ്ചസാര ഒന്ന് അലിയുമ്പോഴത്തേക്ക് വീണ്ടും മാവ് ഒന്നുകൂടി ഒന്ന് ലൂസായി വരും. ഒരുവിധം നമ്മുടെ ഹൽവ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പലവട്ടം നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് മാവ് കട്ടിയാകുന്നതിനനുസരിച്ച് അതൊന്ന് ഇളക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇതുപോലെ മാറി മാറി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ ഹൽവയിൽ നിന്ന് ആ എണ്ണയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്ത നെയ്യും വെളിച്ചെണ്ണയും ഒക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൽവ റെഡിയായി തുടങ്ങുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. കാഷ്യൂ നട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്കിതിലേക്ക് ഉണക്കമുന്തിരിയോ അതുപോലെ ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ചിലർക്ക് കൂടുതൽ നട്ട്സ് ചേർക്കുന്ന ഇഷ്ടമായിരിക്കുമല്ലോ ഹൽവയിൽ. അങ്ങനെയാണെങ്കിൽ കുറച്ച് അധികം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണയൊക്കെ നല്ലതുപോലെ ഊറി വരുന്നുണ്ട്. അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അത്രയ്ക്ക് ടെൻഷനില്ല, കാരണം അടിയിൽ പിടിക്കുമോ കരിഞ്ഞു പോകുമോ എന്നുള്ള ടെൻഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം നമുക്കൊന്ന് ഫ്രീ ആയിട്ട് തന്നെ ഈ ഹൽവ ഉണ്ടാക്കിയെടുക്കാം. ടെൻഷനൊന്നും വേണ്ട. നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം, നമ്മളിതുപോലെ സ്പൂണിൽ നിന്ന് കോരി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തവി കൊണ്ടൊന്ന് എടുത്ത് നോക്കുമ്പോൾ ഇതേപോലെ മുറിഞ്ഞു മുറിഞ്ഞു വീഴുന്ന ഒരു പാകം വേണം. അതല്ലാതെ ആ തവിയിൽ അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കാതെ ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു വീഴുന്നത് പോലെയുള്ള ഒരു പാകമാകും. അപ്പോൾ നമ്മുടെ ഹൽവ റെഡിയായെന്നാണ് അർത്ഥം. നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം. നമുക്ക് ഈ ഹൽവ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു കേക്ക് ടിന്നിലേക്കാണ് ഇത് മാറ്റിയിരിക്കുന്നത്. ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് അമർത്തിയെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രത്തിലേക്ക് മാറ്റാം. സ്ക്വയർ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ കേക്ക് ടിന്നൊന്നും ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. ഈ ഹൽവ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷവും കഴിക്കാം, നല്ല ടേസ്റ്റായിരിക്കും. നമ്മുടെ അടിപൊളി മത്തങ്ങ ഹൽവ തയ്യാറായിട്ടുണ്ട്. മത്തങ്ങ കൊണ്ട് ഉണ്ടാക്കിയാണെന്ന് പറയുകയില്ല, നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ഹൽവയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും തയ്യാറാക്കി വെക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.